Hello friends, I'm Shri Kutiyarun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പരിപ്പുവട റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മലയാളികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നാക്കാണ് പരിപ്പുവട, അല്ലെ? ഒരു മഴ പെയ്യുന്ന സമയത്ത് ഒരു കട്ടൻ ചായയും പരിപ്പുവടയും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷാവില്ലേ? അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ്. ഇത് കടലപ്പരിപ്പ് കുതിർത്തതിന് ശേഷം നമ്മൾ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കണം. ഇത് അരയ്ക്കുന്നതിന് മുന്നേ വെള്ളം അധികം പാടില്ല ഈ പരിപ്പിൽ. അത് ഓരോരോ ചെറിയ പോർഷൻസ് ആയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ മുഴുവൻ അരച്ചെടുക്കരുത്. ഇതിന്ന് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ള മിക്സാണ്. ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മുഴുവനായിട്ടുള്ള പരിപ്പില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടുള്ള മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവോള മുറിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 6 പച്ചമുളക്. ഇത് വെള്ളമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിവിടെ ഉണ്ടായിട്ടുള്ള മുളകാണ്. മുളക് ഏതെടുത്താലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കുറച്ച് കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ്. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇടിച്ച മുളകില്ലേ അതുകൂടെ ചേർക്കുക. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പ് ചേർത്തിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ ആ സവാളയ്ക്കൊന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഉപ്പ് ഇതൊക്കെ സവാളയുടെ ഉള്ളിലേക്കൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ നമ്മൾ പരിപ്പുവട കഴിക്കുന്ന ടൈമിൽ ഈ ഉള്ളിലേക്കൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പരിപ്പൊക്കെ ഇട്ടത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം മിക്സിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. എൻ്റെ കൈ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. സ്പൂൺ ഉപയോഗിച്ച് ചെയ്ത് അത്ര ശരിയാവില്ല കേട്ടോ. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് കുറച്ച് ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ബോൾസ് ആക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ഒന്ന് പരത്തിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുവാണ്. അതിനുശേഷം ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ഈ ബോൾസ് ആക്കി വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അത് അതിൽ എണ്ണയിൽ തന്നെ കിടക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. എണ്ണയിൽ തന്നെ കിടന്ന് വരുമ്പോൾ അതൊന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളറായി തുടങ്ങും. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഒരു നല്ലൊരു ബ്രൗൺ കളറാക്കിയിട്ട് നമുക്ക് ഇതെടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് ടൈം എടുക്കും. ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളൊക്കെ റെഡി ആയിട്ട് വരേണ്ടതാണ്. പിന്നെ വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം ഉള്ളിലത്തെ പരിപ്പ് കുക്കാവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഒരു സെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ എല്ലാ സെറ്റും നമുക്ക് ഓരോരോ സെറ്റുകളാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഈ പരിപ്പുവട ഷേപ്പാക്കി എടുക്കില്ലേ, ആ ടൈമിൽ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. എന്നിട്ട് കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണേ. എന്നാലാണ് ഇത് എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോരുള്ളൂ. ഇപ്പോൾ ഇത് നമ്മുടെ പരിപ്പുവട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും പരിപ്പുവട ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.